Now we discuss the Laurent series. The Laurent series expansion is given by f of z is equal to summation n goes from 0 to infinity n into z minus z0 whole to the power n plus summation n goes from 1 to infinity bn divided by z minus z0 raised to n. So Taylor series expansion we have positive powers z minus z0. Here we have negative powers also. So we have a0 plus a1 into z minus z0 plus a2 into z minus z0 whole square plus etc. Then here n starts from b1 by z minus z0, b2 by z minus z0 whole square plus etc. Here an is equal to 1 over 2 pi I closed integral f of z dz by z minus z0 whole raised to n plus 1 and bn is equal to 1 over 2 pi I closed integral f of z dz divided by z minus z0 raised to minus n plus 1. Here n can take values 0, 1, 2, 3, etc. And here n can take values 1, 2, 3, etc. So these are ans and bns. So we can see that the only difference in ans and bns is that n here is negative. So അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ സീരീസ് ആക്കിയിട്ട് മാറ്റാം. So this two terms ഇവിടെ എന്നും ബി എന്നും ഇവിടെ എന്നിനകത്ത് പവർ n എന്നുള്ളിടത്ത് ബി എന്നിനകത്ത് പവർ മൈനസ് n എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. So f of z can be written as summation 0 to infinity പറയുന്നതിന് പകരം minus infinity to plus infinity. Minus infinity to plus infinity an into z minus z0 whole raised to n. So ഈ നെഗറ്റീവ് പവേഴ്സ് വരുമ്പോൾ ഇത് ഡിനോമിനേറ്ററിലേക്ക് പോകും. എന്നിന് പകരം a മൈനസ് n. bn നമുക്കറിയാം a മൈനസ് n ആണ്. aയിലെ എന്നിന് പകരം മൈനസ് n കൊടുത്തു കഴിഞ്ഞാൽ bn കിട്ടും. അപ്പോ നെഗറ്റീവ് വാല്യൂസ് വരുമ്പോൾ a മൈനസ് n ആയിരിക്കും. So the summation can be written as summation from minus infinity to plus infinity an into z minus z0 whole raised to n. അപ്പോൾ Taylor series expansionൽ നമുക്ക് പോസിറ്റീവ് പവേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. But here in the Laurent series we have negative powers as well as the positive powers. And this Laurent series is true inside an annular region. രണ്ട് സർക്കിളിനകത്തുള്ള annular region അകത്താണ് ഈ Laurent series true ആവുന്നത്. അപ്പോ ഇതിന് അകത്ത് ഇത്രയും റീജിയൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദി ഡൊമൈൻ ആണ്. ഇൻസൈഡ് ദി ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ ആനുലാർ റീജിയൻ. ഇതിനകത്താണ് ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ പോസിബിൾ ആവുന്നത്. ടേലർ സീരീസ് എക്സ്പാൻഷൻ പോസിബിൾ ആവുന്നത് ത്രൂ ഔട്ട് അനലിറ്റിക് ആയിട്ടുള്ള ഒരു സർക്കിളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിലുള്ള ഒരു ഡൊമൈനിലായിരുന്നു. ബട്ട് ഹിയർ ദി ലോറന്റ് സീരീസ് ഇസ് ട്രൂ ഫോർ an annular region. Now consider a function which is analytic and single valued in an annular region of inner radius small r and outer radius capital R. So the inner radius is small r here, this radius is r, and the outer radius is capital R. So now draw imaginary crosscuts. Convert the region into a simply connected region. ഇത് പുറത്തുള്ളത് ഔട്ട്സൈഡ് ദി ഡൊമൈൻ ആണ്, അതുപോലെ ഇത് ഔട്ട്സൈഡ് ദി ഡൊമൈൻ. ഈ പുറത്തേക്കുള്ള ഭാഗത്തേക്ക് നമുക്ക് ഇമാജിനറി ക്രോസ് കട്ട്സ് വരയ്ക്കാം. So now this region is converted into a simply connected region. Suppose ഇങ്ങനെയുള്ള സർക്കിൾ ആണ്, ഇതാണ് ഇന്നർ റീജിയൻ. ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്തു. then imaginary cross cuts നമ്മൾ വരയ്ക്കാണ്. ഓക്കെ,
അപ്പോ എന്താ വരച്ചു. ഇത് സിംപ്ലി കണക്റ്റഡ് ആയി. ഇനി നമുക്ക് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് സിംപ്ലി കണക്റ്റഡ് കോണ്ടൂർസ് വരയ്ക്കണം. അപ്പൊ സിംപ്ലി കണക്റ്റഡ് കോണ്ടൂർസ് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ജസ്റ്റ് പാരലലായിട്ട് രണ്ട് ലൈൻസ് വരച്ചിട്ടാണ് നമ്മൾ സിംപ്ലി കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. So this is our contour C. ഈ contour C യെ നമുക്ക് രണ്ട് കോണ്ടൂർസ് ആയിട്ട് സർക്കിൾസ് ആയിട്ട് മാറ്റാൻ പറ്റും. Let Z0 is the center of the circles. So now this is C1. After ഈ വരുന്ന കോണ്ടൂറിന് C1 പിന്നെ C2 എന്ന് വിളിക്കാം. And apply Cauchy's integral formula for the two circles C1 and C2 centered at Z0. So ഇതിന്റെ റേഡിയൈ എന്ന് പറയുന്നത് R1 ഉം R2 ആണ്. C1 ന്റെ R1 മറ്റേതിന്റെ R2. സോ ഈ റേഡിയസ് R1 ഉം ഈ റേഡിയസ് R2 ഉം. അപ്പൊ നമുക്ക് ഫിഗറിന് തന്നെ ക്ലിയർ ആണ്. R എന്ന് പറയുന്ന ഈ റീജിയന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ R2 ആണ്. ലെസ് ദാൻ R1 ലെസ് ദാൻ ക്യാപിറ്റൽ R. ഈ ഇന്നർ സർക്കിളിന്റെ റേഡിയസ് R ആണ്. അതിനേക്കാളും കുറച്ചുകൂടെ ഗ്രേറ്റർ ആയിരിക്കും C2ന്റെ റേഡിയസ് R2. അതിനേക്കാളും കുറച്ചുകൂടെ ഗ്രേറ്റർ ആയിരിക്കും C1ന്റെ റേഡിയസ് R1. So this R1 is indeed less than the radius capital R of the outer circle. We can write R less than R2 less than R1 less than R. Okay. So now denoting this simply connected contour as S. S എന്ന് പറയുന്നത് C1 ന്റെ C2 എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് S നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അത് സിംപ്ലി കണക്റ്റഡ് കോണ്ടൂർ തന്നെയാണ്. അപ്പൊ ഇതിൽ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ആണെന്ന് കരുതുക. ക്ലോസ്ഡ് ഇന്റർവെൽ എസ് ഓവർ എഫ് ഓഫ് സെഡ് ഡി സെഡ്. അതിന് നമുക്ക് രണ്ട് ഇതിന്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ C1 എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. C2 ക്ലോക്ക് വൈസിലാണ്. C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇത് ക്ലോക്ക് വൈസിലാണ്. അതിന് ആന്റി ക്ലോക്ക് വൈസിലേക്ക് ആക്കുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും. ക്ലോസ്ഡ് ഇന്റഗ്രൽ ആന്റി ക്ലോക്ക് വൈസ് ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ്. അപ്പൊ ഇനി ഈ എഫ് ഓഫ് സെഡിനെ നമ്മൾക്ക് ഇവിടുത്തെ സെന്റർ പോയിന്റ് Z0 ആണ്. Z പ്രൈം എന്ന് പറയുന്നത് കോണ്ടൂറിനകത്തുള്ള ഒരു പോയിന്റ് ആണ്. അതുപോലെ Z എന്ന് പറയുന്നത് കോണ്ടൂറിന് ഇൻ ബിറ്റ്വീൻ. നേരത്തെ ടൈലർ സീരീസിൽ പറഞ്ഞതുപോലെ Z is a point inside the contour, Z prime is a point on the contour, and Z0 എന്ന് പറയുന്നത് സെന്റർ ആണ്. അപ്പൊ നമുക്ക് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ട് എഫ് ഓഫ് സെഡിനെ എഴുതാം. ഓക്കെ. Z0ക്ക് പകരം നമ്മൾ Z ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ Z-ന് പകരം Z പ്രൈം ആണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ. 1/2πi closed integral over S f of Z prime dz prime minus Z prime minus Z. അപ്പോ ഇതാണ് എഫ് ഓഫ് സെഡ്. ഈ ടോട്ടൽ കോണ്ടൂർ എസിൽ വരുന്നത്. ഈ ടോട്ടൽ കോണ്ടൂർ എസിന് നമുക്ക് C1ന്റെയും C2ന്റെയും സമ്മായിട്ട് എഴുതാം. ഇപ്പൊ രണ്ടും ആന്റി ക്ലോക്ക് വൈസിലാകുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. ഇത് ആന്റി ക്ലോക്ക് വൈസിലും ക്ലോക്ക് വൈസിലാണെങ്കിൽ പോസിറ്റീവ് സൈൻ. പക്ഷെ നമ്മൾ ജനറലി എല്ലാം ആന്റി ക്ലോക്ക് വൈസിലാണ് എഴുതുന്നത്. സോ ദർ ഇസ് എ നെഗറ്റീവ് സൈൻ. അപ്പൊ ഇവിടെ ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ എസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ C1 പ്ലസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ C2 എന്നാണ് എഴുതുന്നത്. ഇപ്പൊ ഏതൊരു ഫംഗ്ഷൻ ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടുത്തെ നമ്മുടെ പെർട്ടിക്കുലർ ഫംഗ്ഷൻ ആസ് എ ഹോൾ ഇതാണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ വരുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ എസ് ക്യാൻ ബി റിട്ടൺ ആസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ C1 മൈനസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ C2. രണ്ടും ആന്റി ക്ലോക്ക് വൈസിലായതുകൊണ്ടാണ് ഈ നെഗറ്റീവ് വരുന്നത്.
So this is equal to 1 over 2 pi I closed integral over C1 f of z prime dz prime by z prime minus z minus 1 over 2 pi I closed integral f of z prime dz prime divided by z prime minus z. This is C2. Okay. അപ്പോൾ C1ലും C2ലും ഡിഫറെന്റ് റേഡിയസ് ആണ് വരുന്നത്. ഇവിടെ ഇപ്പൊ നമ്മള് നെഗറ്റീവ് ആക്കി രണ്ടും ആന്റി ക്ലോക്ക് വൈസിലാണ്. അപ്പൊ ഈ ഡിറക്ഷൻ സ്പെസിഫൈ ചെയ്യേണ്ട. എല്ലാം ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ നമുക്ക് ഈ ആരോ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ആന്റി ക്ലോക്ക് വൈസിലും ക്ലോക്ക് വൈസിലും ആകുമ്പോഴാണ് നമ്മളെങ്ങനെ ആരോ ഇടുന്നത്. സോ ഇതുമ്പോ നമുക്ക് 1 over 2 pi I closed integral f of z prime dz z prime minus z ല് നമ്മൾ z0 ആഡ് ചെയ്യുക, z0 മൈനസ് ചെയ്യുക. അപ്പൊ നമ്മൾ ടൈലർ സീരീസിൽ ചെയ്തതാണ്. z പ്രൈം മൈനസ് z0 മൈനസ് ചെയ്ത് ആഡ് ചെയ്തു. അതായത് ഇതിന് z പ്രൈം മൈനസ് z എന്ന ഡിനോമിനേറ്ററിൽ z0 ആഡ് ചെയ്ത് z0 മൈനസ് ചെയ്തു. z പ്രൈം മൈനസ് z0 ഇത് രണ്ടും എഴുതി മൈനസ് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ z മൈനസ്. Okay, minus minus plus right now. Minus z minus plus. അതുപോലെ സെക്കൻഡ് ടേമിന് പ്ലസ് 1 over 2 pi I closed integral over C2 f of z prime dz prime. അവിടെ z prime minus z ഉണ്ട്, z0 ആഡ് ചെയ്യുക മൈനസ് ചെയ്യുക. Then we get അപ്പൊ ഈ മൈനസ് ഇതിനകത്തേക്ക് എടുക്കാട്ടോ. ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്, അത് നമുക്ക് ഇതിനകത്തേക്ക് എടുക്കാം. അപ്പൊ z മൈനസ് z പ്രൈം എന്നാണ് വരിക. z മൈനസ് z പ്രൈം മൈനസ് z0 പ്ലസ് z0. അപ്പൊ നമുക്ക് അതിനെ എടുക്കുമ്പോൾ ഒരു സൈൻ തിരിച്ചു വരും. z മൈനസ് z0 മൈനസ് z പ്രൈം മൈനസ് z0. We have taken this negative inside. അപ്പൊ ഇത് ഇവിടെ പ്ലസ് ആയിട്ട് വരും, ഇവിടെ ഒരു മൈനസ് എസ് എ കോമൺ ഫാക്ടർ വരും. സോ നമുക്ക് z മൈനസ് z പ്രൈം എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കണം അടുത്ത കാര്യം. ഫസ്റ്റ് ഇന്റഗ്രൽ 1 over 2 pi I over C1 f of z prime dz prime divided by z prime minus z0 കോമൺ ഫാക്ടർ എടുക്കുക. ഓക്കെ, കാരണം ഇത് എന്തുകൊണ്ടാണ് കോമൺ ഫാക്ടർ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ C1 എന്ന് പറയുന്ന കോണ്ടൂറിൽ z പ്രൈം മൈനസ് z0 എന്ന് പറയുന്നത് ഈ റേഡിയസ് R1 ആണ്. മറ്റേത് z മൈനസ് z0 എന്ന് പറയുന്നത് R1നേക്കാളും ഡിസ്റ്റൻസ് കുറവായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ ഹയർ ക്വാണ്ടിറ്റി ആണ് നമ്മള് കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോഴേ നമുക്ക് ഇങ്ങനെ കിട്ടും. നോക്കൂ, z prime minus z0 into 1 minus z minus z0 divided by z prime minus z0. Is z minus z0 less than z prime minus z0 ആയതുകൊണ്ട് ഇത് നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഈ ക്വാണ്ടിറ്റി ലെസ് ദാൻ 1 ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ കോമൺ ഫാക്ടർ ചൂസ് ചെയ്യുന്നത്. ടൈലർ സീരീസിലും അതുപോലെ തന്നെ പ്ലസ് 1 over 2 pi I closed integral over C2 f of z prime dz prime. നോക്കിക്കേ, C2ന്റെ കേസിൽ R2 ആണ് C2ന്റെ റേഡിയസ്. അപ്പൊ അവിടെ z prime എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഒരു പോയിന്റ് ആണ് കോണ്ടൂറിൽ. z prime minus z0 ലെസ് ദാൻ z minus z0. അപ്പൊ അവിടെ z prime minus z0 പുറത്തെടുക്കാൻ പറ്റില്ല. ലാർജർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈ z minus z0 ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. z minus z0 ഗ്രേറ്റർ ദാൻ z prime minus z0 for C2. For C1 ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞു z prime minus z0 ഗ്രേറ്റർ ദാൻ z minus z0 ആണ്. അപ്പോ ഇവിടെ നമ്മൾക്ക് z minus z0 പുറത്തെടുക്കണം. സോ z minus z0 into 1 minus z prime minus z0 by z minus z0. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കോമൺ ഫാക്ടർ ആയിട്ട് എടുത്തുകൊണ്ട് ഈ ക്വാണ്ടിറ്റി numerator is less than denominator. So this is
less than 1, and we can expand it using a binomial series. We have seen that for the contour C1, Z prime is greater than Z0, and therefore Z prime minus Z0 is greater than Z minus Z0, and therefore Z minus Z0 is less than Z prime minus Z0. അപ്പോൾ അതിന്റെ മോഡുലസ് അതുപോലെ ആയിരിക്കും. It's actually the modulus Z minus Z0 less than modulus Z prime minus Z0. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡുലസ് ആണ്. സോ മോഡുലസ് Z minus Z0 divided by Z prime minus Z0 is less than 1. Numerator is less than the denominator. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് കേസിൽ C1 നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കേസിൽ നമുക്ക് ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ പുറത്തെടുത്തില്ലേ. സോ ഫസ്റ്റിന് നമുക്ക് ബൈനോമിയൽ സീരീസ് വെച്ചിട്ട് ചെയ്യാം. അതുപോലെ സെക്കൻഡ് സീരീസിൽ നമ്മൾ സെക്കൻഡ് കോണ്ടൂർ C2 എന്ന് പറയുന്നത് ജസ്റ്റ് ഇതാണ് Z0 എന്ന് പറയുന്ന പോയിന്റ്. അത് പുറത്തേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ബൈ ഇൻട്രൊഡ്യൂസിങ് ക്രോസ് സ്ട്രിപ്സ്. സോ ഇത് നമ്മുടെ ക്യാപിറ്റൽ ആർ വരുന്ന ഔട്ടർ കോണ്ടൂർ ആണ്. ഇങ്ങനെയാണ് C1 വരുന്നത്, C2 പുറത്തോടെ. അപ്പൊ ഈ Z പ്രൈം എന്ന് പറഞ്ഞ പോയിന്റ് ഓൺ ദി കോണ്ടൂർ ആണ് ഫോർ C2. പിന്നെ Z എന്ന് പറയുന്നത് ഈ അനിലാർ റീജിയനിലെ ഒരു പോയിന്റ് ആണ്. സോ മോഡ് ഫോർ C2 മോഡുലസ് Z prime minus Z0 is less than mod Z minus Z0. So modulus Z prime minus Z0 divided by mod Z minus Z0 is less than 1. Numerator is less than denominator. അപ്പോൾ C2 നമ്മൾ ഈ ക്വാണ്ടിറ്റിയാണ് പുറത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. So we can expand this using binomial expansion, and we get f of z is equal to 1 over 2 pi I. അപ്പോൾ ആദ്യത്തതിന് നമുക്ക് C1-ലുള്ളതിന് ഇങ്ങനെ എഴുതാം, f of z prime dz prime divided by z prime minus z0 into ആ ഡിനോമിനേറ്ററിൽ വന്ന ക്വാണ്ടിറ്റിയെ ന്യൂമറേറ്ററിലേക്ക് എടുക്കാം. 1 മൈനസ് z minus z0 divided by z prime minus z0 raised to minus 1 plus 1 over 2 pi I closed integral over C2 f of z prime dz prime divided by z minus z0. അതുപോലെ ഇവിടെ ഡിനോമിനേറ്ററിൽ വന്ന ക്വാണ്ടിറ്റി ന്യൂമറേറ്ററിലേക്ക് എടുക്കാം. 1 മൈനസ് z prime minus z0 divided by z minus z0 whole to the power minus 1. ഓക്കെ, അപ്പോൾ ഇനി ഇതാ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. then we get 1 over 2 pi I closed integral f of z prime dz prime divided by z prime minus z0 over C1. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ലെസ് ദാൻ 1 ആണ് C1-ൽ നമ്മൾ കണ്ടു. സോ യൂസിങ് ബൈനോമിയൽ എക്സ്പാൻഷൻ വി ക്യാൻ റൈറ്റ് summation n goes from 0 to infinity 1 minus t raised to minus 1 എന്ന് പറയുന്നത് 1 plus t square. അതാണ് നിങ്ങൾക്കറിയാം. summation n goes from 0 to infinity t to the power n ആണ്. provided mod t is less than 1. ഇതാണ് നമ്മുടെ ബൈനോമിയൽ എക്സ്പാൻഷൻ. അപ്പോൾ ടിക്ക് പകരം ഈ ക്വാണ്ടിറ്റി ആണ്, ഇത് ലെസ് ദാൻ 1. മോഡുലസ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി is less than 1. So we can expand it using binomial series. Summation n goes from 0 to infinity ടിക്ക് പകരം z minus z0 by z prime minus z0 raised to n plus ഇതുപോലെ നമുക്ക് സെക്കൻഡ് ടേമും എക്സ്പാൻഡ് ചെയ്യാം.
plus 1 over 2 pi I closed integral over C2 f of z prime dz prime by z minus z0 അങ്ങനെയാണ് സെക്കൻഡ് ടേമിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യുമ്പം സമ്മേഷൻ n goes from 0 to infinity. അവിടെ t എന്ന് പറയുന്നത് z prime minus z0 by z minus z0 ആണ്. z prime minus z0 by z minus z0 whole to the power n. അപ്പൊ ഇനി നമുക്ക് ഇവിടെ സമ്മേഷനും ഇന്റഗ്രേഷനും ഇന്റർചേഞ്ച് ചെയ്യാം. സമ്മേഷൻ നമുക്ക് ആദ്യം എഴുതാം. സോ അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും ഇന്റഗ്രേഷൻ വേരിയബിൾ എന്ന് പറഞ്ഞാൽ z പ്രൈം ആണ്. z മൈനസ് z0 റേസ് ടു n ഇൻഡിപെൻഡന്റ് ഓഫ് z പ്രൈം. അപ്പൊ അത് ഇന്റഗ്രലിന് പുറത്തു എഴുതാം കേട്ടോ. സോ സമ്മേഷൻ n goes from 0 to infinity. അപ്പൊ ആദ്യം നമ്മൾ z മൈനസ് z0 to the power n, z minus z0 to the power n into 1 over 2 pi I 1 over 2 pi I closed integral over C1 f of z prime dz prime. ഇവിടെ z prime minus z0 ആണത് പുറത്തെടുക്കാൻ പറ്റില്ല, കാരണം അത് z prime ഡിപ്പെൻഡന്റ് ആണ്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ z prime ഡിപ്പെൻഡന്റ് ആണ്. ഇവിടെയും z prime minus z0 ഉണ്ട്. ഇത് റേസ് ടു n ഉം ഇത് റേസ് ടു 1 ഉം. സോ വി ഹാവ് z prime minus z0 raised to n plus 1. ഓക്കെ, ഇനി പ്ലസ് അടുത്തതിലും ഇതുപോലെ സമ്മേഷൻ ആദ്യം എഴുതാം. n equal to 0 to infinity. അപ്പൊ അവിടെ ഈ ടേം എന്ന് പറഞ്ഞാൽ z പ്രൈം മൈനസ് z0 റേസ് ടു n പുറത്തെടുക്കാൻ പറ്റില്ല, കാരണം ഇന്റഗ്രേറ്റിംഗ് വേരിയബിൾ z പ്രൈം ആണ്. സോ 1 over z മൈനസ് z0 റേസ് ടു n പുറത്തെടുക്കാം. ഇവിടെ 1 over z മൈനസ് z0 ഉണ്ട്. സോ 1 over z മൈനസ് z0 റേസ് ടു n plus 1 into 1 over 2 pi I closed integral f of z prime dz prime divided by അവിടെ വരുന്നത് into ആണ്. ഓക്കെ, divided by അല്ല, z prime minus z0 raised to n. അത് വേണമെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് എടുക്കാം. അപ്പൊ പ്ലസ് n എന്നുള്ളത് മൈനസ് n ആവും. z പ്രൈം മൈനസ് z0 റേസ് ടു മൈനസ് n. അപ്പൊ നമുക്ക് ഇതൊരു ഫെമിലിയർ ഫോമിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ n ഗോസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. ഒന്നാമത്തെ ടേം നമുക്ക് ഫെമിലിയർ ആണ്, z മൈനസ് z0 റേസ് ടു n into 1 over 2 pi I closed integral over C1 f of z prime dz prime by z prime minus z0 raised to n plus 1. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, നമ്മൾ കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയുടെ കോൺസിക്വൻസസിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ടേം നിങ്ങൾക്ക് ഫെമിലിയർ അല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഒരു ചേഞ്ച് വരുത്തുകയാണ്. നമുക്കറിയാം ഒരു ഇൻഫിനിറ്റ് സീരീസ് ഉണ്ട്, അതായത് 1 പ്ലസ് ടി പ്ലസ് ടി സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതിന് നമ്മൾ സമ്മേഷൻ n ഗോസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി ടി ടു ദി പവർ n എന്ന് എഴുതുന്നു. ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആയതുകൊണ്ട് നമുക്ക് ഈ സീരീസിന്റെ ടി ടു ദി പവർ n പറയുന്നത് ടി ടു ദി പവർ n മൈനസ് 1 എഴുതാൻ പറ്റും. പക്ഷെ അവിടെ ലിമിറ്റ് മാറ്റേണ്ടി വരും, കാരണം ഇവിടെ നമുക്കിത് റേസ് ടു മൈനസ് 1 ആണ്. ഇതിനൊരു ഫെമിലിയർ ഫോമിലാക്കണമെങ്കിൽ ഇതിനെ എന്നിന് പകരം n മൈനസ് 1 കൊടുത്താലേ നമുക്ക് കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയുടെ കോൺസിക്വൻസ് ആയിട്ടുള്ള ഒരു ഫെമിലിയർ ഫോമിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ സീരീസിനെ തന്നെ ടി ടു ദി പവർ n മൈനസ് 1 എഴുതാം. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ലിമിറ്റ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. n ഈക്വൽ ടു 0ക്ക് പകരം n ഈക്വൽ ടു 1. അപ്പർ ലിമിറ്റും ഇൻഫിനിറ്റി പ്ലസ് 1 എന്നാവണം. പക്ഷെ അത് ഇൻഫിനിറ്റി തന്നെയാണ്. ഇത് ചെയ്ത് നോക്കിക്കേ, ടി ടു ദി പവർ n മൈനസ് 1. n 1 ആകുമ്പോൾ ടി ടു ദി പവർ 0 1, n 2 ആകുമ്പോൾ ടി സ്ക്വയർ
പ്ലസ് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഈ ലോവർ ലിമിറ്റിൽ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തിട്ട് എന്നിന് പകരം n-1 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് ടേമിന് ജസ്റ്റ് ഒന്ന് മാറ്റി നമുക്കൊരു ഫെമിലിയർ ഫോമിലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ n0 to ഇൻഫിനിറ്റി എന്നുള്ളത് n1 to ഇൻഫിനിറ്റി എന്നാക്കുമ്പോൾ റേസ് ടു n എന്ന് വരുന്നിടത്ത് റേസ് ടു n-1 എന്ന് വരും. അപ്പോൾ ഇവിടെ n-ന് പകരം n-1 വരും. n-1 plus 1. അപ്പോൾ n ആവും 1 over z minus z0 raised to n into 1 over 2 pi I closed integral over C2. Okay. F of z prime അവിടെ n വരുന്നില്ല. F of z prime dz prime divided by z prime minus z0 raised to minus n എന്നുള്ളിടത്ത് minus n-1 എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടേം അതുപോലെ എഴുതാം. Summation n goes from 0 to infinity z minus z0 raised to n into 1 over 2 pi I closed integral f of z prime dz prime divided by z prime minus z0 raised to n plus 1. So this is our first term plus summation n1 എന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. 1 to infinity z minus z0 raised to minus n. അതിനിപ്പോൾ നമുക്ക് z minus z0 1 over z minus z0 ആണ്. z minus z0 raised to minus n 1 over 2 pi I closed integral f of z prime dz prime z prime minus z0 raised to minus n plus 1. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമ്മേഷൻ n equal to 1ലേക്ക് മാറ്റിയിരിക്കുന്നത്. കാരണം ഈ ക്വാണ്ടിറ്റി നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. ഇതാണ് നമ്മുടെ an, ലോറന്റ് സീരീസിലെ an ആണ്. ഓക്കെ, സമ്മേഷൻ n goes from 0 to infinity an into z minus z0 raised to n plus ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് an, ഈ ക്വാണ്ടിറ്റി bn. So summation n goes from 1 to infinity bn divided by z minus z0 raised to n, or bn into z minus z0 raised to minus 1, where an is equal to 1 over 2 pi I closed integral f of z dz divided by z minus z0 raised to n plus 1. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് z പ്രൈമിന് പകരം z യൂസ് ചെയ്തു. ഒരു ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഡെഫിനിറ്റ് ഇന്റഗ്രൽ നിങ്ങൾക്ക് അറിയാം, ഇന്റഗ്രേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഇല്ല. ഇന്റഗ്രേറ്റിംഗ് വേരിയബിൾ ക്യാൻ ബി എനിത്തിങ്. ഇന്റഗ്രൽ 0 to 1 x dx എന്ന് പറയുന്നതും ഇന്റഗ്രൽ 0 to 1 y dy എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ z പ്രൈമിന് പകരം ഫൈനലി നമുക്ക് എന്ത് തന്നെ യൂസ് ചെയ്യാം, z തന്നെ യൂസ് ചെയ്യാം. ആൻഡ് സിമിലർലി bn is equal to 1 over 2 pi I closed integral f of z dz by z minus z0 raised to minus n plus 1. Okay. This is true since the definite integral is independent of the integrating variable. ഇനി ഈ രണ്ട് സീരീസും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സീരീസ് ആക്കിയിട്ട് മാറ്റാട്ടോ. അത് 0 to infinity ആണ്. അപ്പോൾ ഈ an നമുക്ക് ഇവിടുന്ന് രണ്ടെന്നും കാണാൻ പറ്റും. bn എന്ന് പറയുന്നത് anൽ n-ന് പകരം മൈനസ് n കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ bn എന്ന് പറഞ്ഞാൽ a ഓഫ് മൈനസ് n എന്ന് കൊടുക്കാം. അപ്പൊ ആ സീരീസിനെ നമുക്ക് സെക്കൻഡ് ടേമിൽ ഇങ്ങനെ മാറ്റാൻ പറ്റും. n equal to 1 to infinity a minus n z minus z0 raised to minus n. So this can be combined as summation minus infinity to plus infinity. അപ്പോൾ ഈ റീജിയൻ മൈനസ് ഇൻഫിനിറ്റിയിൽ വരും. an z minus z0 raised to n. So here an is equal to 1 over 2 pi I closed integral f of z dz or f of z prime dz prime whatever by z minus z0 raised to n plus 1. So this is the Laurent series or Laurent expansion. So here C is any contour within the annular region such that
small r less than mod z minus z0 less than capital R, encircling z0 in the anticlockwise direction. Okay, thank you.